ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞങ്ങൾ വീട് മാറിയിട്ട് ആദ്യമായിട്ട് പുറത്ത് പോവാണ് കേട്ടോ. കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ ഇപ്പം എല്ലാവർക്കും അറിയാം ഗ്യാസിൻ്റെ ഭയങ്കര ഇഷ്യൂ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുവരെ ഗ്യാസും അതുപോലെ തന്നെ സ്റ്റവും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം ഇങ്ങനെ കുക്കിംഗ് നടത്തുന്നത് ഇൻഡക്ഷനുമെയാണ്. അപ്പോൾ ഇൻഡക്ഷനിൽ വെക്കാൻ പറ്റുന്നൊരു കുക്കർ മേടിക്കണം. അപ്പോൾ അത് തപ്പി ഇറങ്ങണതാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് കറങ്ങാൻ പോവാണ് ഗൈസ്. അല്ലേ അല്ലേ കറങ്ങാൻ പോവല്ലേ നമ്മള്? കറങ്ങാൻ പോവല്ലേ നമ്മള്? അപ്പം ഞങ്ങള് പോയിട്ട് വരാം. അപ്പം ഞങ്ങൾ നേരെ ഇറങ്ങിയിട്ട് മെട്രോയ്ക്കായിട്ട് പോയിരിക്കുന്നത്. മെട്രോയിൽ ചെന്ന് അവിടുന്ന് ഞങ്ങൾ ലുലുവിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഒരു സ്ഥലത്ത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി തിരിച്ചതാണ്. പക്ഷെ എന്താണ് അവസാനം ഉണ്ടായിരുന്നത് നിങ്ങൾ തന്നെ കണ്ടുനോക്കിക്കോളൂ കേട്ടോ. പിന്നെ ഞങ്ങളിവിടെ വന്നിട്ട് കുറച്ച് ദിവസമായി. ഇപ്പോൾ ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ വീട്ടിലത്തെ ഒതുക്കലും കാര്യങ്ങളും എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇത്ര ദിവസമായിട്ടൊന്ന് പുറത്തിറങ്ങാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ ഈ ഗ്യാസ് സ്റ്റവ് അതിൻ്റെ കുറച്ച് ഇഷ്യൂസൊക്കെ വന്നപ്പം അതിൻ്റെ പിന്നാലെയുള്ള കുറച്ച് ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓട്ടങ്ങളല്ല, അതിൻ്റെ എൻക്വയറീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടിലായിരുന്നു. പക്ഷെ ഇതുവരെ അത് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ദേ പോകുന്നു മെട്രോയിലേക്ക്. പക്ഷേ ഞങ്ങൾ കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ എത്തിയതും വന്നതും ഒരുമിച്ചായിരുന്നു. അങ്ങനെയൊക്കെ ഞങ്ങൾ മെട്രോയിൽ കയറി സീറ്റൊക്കെ കിട്ടി ഇരുന്ന് വരുമ്പോഴത്തേനും ഇറങ്ങാനുള്ള സ്റ്റോപ്പായിട്ടോ. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ലുലുവിലേക്ക് പോകുന്നത്. പണ്ട് എപ്പോഴോ പോയിട്ടുണ്ട്. പണ്ടെന്ന് പറയുകയാണെങ്കിൽ ഒരു 2-3 കൊല്ലം മുമ്പ് ലുലുവിലേക്ക് വന്നിട്ടുണ്ട്. അതിന് ശേഷം ഇപ്പോഴാണ് കേട്ടോ പോണത്. ശരിക്കും എറണാകുളം വന്നിട്ട് ഇപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഒതുക്കലും പെറുക്കലും എല്ലാം ഒതുങ്ങി വരുമ്പം പുറത്തിറങ്ങാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാവാറില്ല. അപ്പോൾ തൽക്കാലം വേണ്ട സാധനങ്ങൾ ഇൻസ്റ്റാമാർട്ട് വഴി ഓർഡർ ചെയ്തിട്ട് അങ്ങനെ മാനേജ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ ലുലു എത്തിയപ്പോൾ ലുലുവിൽ എല്ലാം ഒരുമിച്ച് കിട്ടുമല്ലോ എന്ന് പ്രതീക്ഷിച്ചിട്ട് പോയതാണ്. പക്ഷെ എല്ലാം അവിടെ നിന്ന് കിട്ടും. പക്ഷെ അതിന് മാത്രം നമ്മുടെ കയ്യിൽ കാശ് വേണമെന്ന് മാത്രം. അതിനുള്ളൊരു സാമ്പത്തിക അവസ്ഥ ഇല്ലാഞ്ഞുകൊണ്ട് അത്യാവശ്യം വേണ്ട 2-3 സാധനങ്ങൾ വാങ്ങിച്ചു. ആ വാങ്ങിച്ച സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ചിരിക്കും. അതുകൊണ്ട് വീഡിയോയിൽ ഞാനതൊന്നും കാണിക്കുന്നില്ല. ഞങ്ങൾ കുറേ നേരം നടന്നു. ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, എൻ്റെ കൂടെ വന്നിട്ടുള്ള ചേച്ചിയുടെ മുഖം ഞാൻ കാണിക്കുന്നില്ല. ആ ചേച്ചി ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫേസ് കാണിക്കരുത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു റിക്വസ്റ്റ് മാനിച്ചുകൊണ്ട് ആ ചേച്ചിയുടെ മുഖം ഞാൻ ഈ വീഡിയോയിൽ ഉടനീളം കാണിക്കുന്നില്ല എന്നുള്ളത് പ്രത്യേകം അറിയിച്ചു കൊള്ളുന്നു. ഞങ്ങൾ കുറേ നേരം നടന്നു. ഈ നടന്നതിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നടന്നു പോകുന്ന എല്ലാ വഴിയിലും എല്ലാ സാധനങ്ങളും ലൂക്ക നല്ല പോലെ നോക്കുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഞങ്ങൾ പോകുന്ന സ്ഥലത്തൊക്കെ കൂടെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ സൈഡിൽ കൂടെ നടക്കുന്ന ആൾക്കാരൊക്കെ അവൻ തോണ്ടി വിളിച്ച് ചിരിച്ച് കാണിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ വേറൊരു സന്തോഷ വാർത്ത ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രോളിയിൽ അവൻ ആദ്യമായിട്ടിരുന്നു. ആദ്യമായിട്ടാണ് ട്രൈ ചെയ്തതും ആദ്യമായിട്ടാണ് ഇരുന്നതും. ഞങ്ങൾ വേറൊരു ട്രോളിയാണ് എടുത്തത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഈ ട്രോളിനെ അവനെ ഇരുത്താം. ഇരുത്തി കഴിഞ്ഞാൽ എന്താണ് അവൻ്റെ എക്സ്പ്രഷൻ ഉള്ളത് അറിയാലോ എന്ന് വിചാരിച്ചിട്ട് അവന് ഭയങ്കര സന്തോഷമായി. ആദ്യം അവ ഇരുന്നില്ലായിരുന്നു. പിന്നെ അവന് കാര്യം മനസ്സിലായി, ഇരിക്കാനുള്ളൊരു സംഭവമാണ്. അവനെ ഉരുട്ടിക്കൊണ്ട് പോകുന്ന അവന് മനസ്സിലായപ്പം അവൻ തനിയേ ഇരുന്നു. പിന്നെ അവന് ഭയങ്കര സന്തോഷമായിരുന്നു. അത് അവൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നല്ല സന്തോഷത്തിൽ നല്ലപോലെ ഞങ്ങളെല്ലാം ചുറ്റിക്കറങ്ങി കണ്ടു. പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും മേടിച്ചില്ല. 2-3 ഐറ്റംസ് മാത്രമേ മേടിച്ചുള്ളൂ. മെയിനായിട്ട് ഈ ഐറ്റംസ് മേടിച്ചു. അത് കറക്റ്റ് വീഡിയോ എടുക്കുകയും ചെയ്തു. അപ്പോൾ ദാ ഇത് മേടിച്ച് ഞങ്ങൾ തള്ളി ദാ അങ്ങ് ദൂരെ പോയി തുടങ്ങി. കുറേ സ്ഥലമുണ്ട്, കടല പോലെ വിസ്തരിച്ച് കിടക്കണുണ്ട്. ഞങ്ങൾ സാധനങ്ങളെല്ലാം നിരത്തി പിടിച്ചും കണ്ടു. നല്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കിവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് ഉപകാരപ്പെട്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡിനൊക്കെ ഭയങ്കര ഓഫറുണ്ട്. പക്ഷേ നമ്മളൊന്നും വാങ്ങിച്ചില്ല. കാര്യം ഇന്ന് നമ്മൾ ഓൾറെഡി വീട്ടിൽ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ആദ്യമായി വെച്ചതുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും മേടിച്ചില്ല. വേറൊരു കാരണം കൂടി ഉണ്ട്. കഴിഞ്ഞ ദിവസം എനിക്ക് ചെറുതായിട്ട് കുറച്ച് വലുതായിട്ട് ഫുഡ് പോയ്സൺ കിട്ടിയായിരുന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കഞ്ഞി മേടിച്ചിട്ട് ആ സാധനം ഞാൻ 2 നേരം കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് രാത്രിക്ക് എടുത്തു വെച്ചു. മണ്ടി എന്ത് ചെയ്ത് എല്ലാ കറിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തു വെച്ചത്. അപ്പോൾ വൈകുന്നേരം ഞാൻ കഴിക്കുമ്പോൾ അത് കേടായെന്ന് എനിക്ക് മനസ്സിലായിരുന്നു എങ്കിലും വിശപ്പ് കൊണ്ട് എടുത്ത് കഴിച്ചു.
പക്ഷെ നമ്മളങ്ങനെ വിശപ്പ് കൊണ്ട് കഴിക്കാൻ പാടില്ല. കാര്യം എന്താണെന്നറിയോ, ഇതുപോലെ പണി കിട്ടും. അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല, നല്ല വയറുവേദന. പിറ്റേ ദിവസം ആകുമ്പോൾ തന്നെ പിന്നെ പറയണ്ടല്ലോ, ഫുഡ് പോയ്സൺ അടിച്ചവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ പിറ്റേ ദിവസം എന്താ ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളത്. അങ്ങനെ പിറ്റേ ദിവസം മരുന്നൊക്കെ കഴിച്ചിട്ടാണ് എല്ലാ സംഭവങ്ങളും നിന്നത്. അതുകൊണ്ട് പിന്നെ അതിന് ശേഷം ഞാൻ പുറത്തുനിന്ന് കഞ്ഞി പോയിട്ട് കഞ്ഞിവെള്ളം പോലും മേടിച്ച് കുടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ലുലുവില് നല്ല ഓഫറുള്ള സംഭവങ്ങൾ കണ്ടപ്പോഴും ഒന്നും വാങ്ങിച്ചില്ല. നമ്മൾ തിരിഞ്ഞു നടന്നിട്ടാണ് പോകുന്നത്. പിന്നെ ആകെ കൂടി മേടിച്ച സാധനം ഇതാണ് കേട്ടോ. ഇത് മാംഗോ ജ്യൂസാണ്, ഫ്രഷ് ആണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത് ഇവിടുന്ന് മേടിക്കുന്നത്. പക്ഷെ അടിപൊളി ജ്യൂസായിരുന്നു. പിന്നെ ലൂക്കയ്ക്കും കൊടുക്കാൻ പറ്റിയായിരുന്നു കേട്ടോ. ഫ്രഷ് ജ്യൂസ് ആയതുകൊണ്ട് ലൂക്കയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ തണുപ്പ് വിട്ടിട്ടാണ് അവന് കൊടുത്തത്. അതുപോലെ തന്നെ ഇത് അവൻ കുറേ നേരം കയ്യിൽ പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവൻ്റെ വിചാരം ഇതൊരു വണ്ടിയാണ്, ഇത് അവന് കറങ്ങാൻ ഞങ്ങൾ ചുറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന വണ്ടിയാണെന്നാണ് അവൻ്റെ വിചാരം. അപ്പം എല്ലാവരെയും നോക്കുന്നുണ്ടായിരുന്നു, പോകുന്ന എല്ലാവരോടും വർത്തമാനം പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഒരു ചേച്ചി അവനെ കണ്ടപ്പം, നൈക്കയുടെ ഒരു ചേച്ചിയാണ് കേട്ടോ. അപ്പം കണ്ട സമയത്ത് അവന് ചോക്ലേറ്റ് കൊടുത്തു. പക്ഷെ അവനെല്ലാം ആള് വാങ്ങിച്ചില്ല. ഏറ്റവും അവസാനം ഞാൻ വാങ്ങിച്ച് അവൻ്റെ കയ്യിൽ കൊടുത്തു. അങ്ങനെന്താ ഞങ്ങൾ തിരിച്ച് പോവാണ് കേട്ടോ. കുറേ എന്തൊക്കെയോ വർത്താനം പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചേച്ചീൻ്റെ അടുത്ത് ഞാൻ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. കൈസ് നമ്മൾ സാധനങ്ങൾ മേടിക്കാൻ വന്നതാണ്. പക്ഷെ ഇവിടെ എല്ലാം കിട്ടുമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാ. പക്ഷെ എല്ലാം കിട്ടും, പക്ഷെ പൈസ വേണം കയ്യിൽ, അല്ലാന്നുണ്ടെങ്കിൽ അവർ തരില്ല എന്ന് പറഞ്ഞു. അല്ലേ അല്ലേ? നമുക്ക് ലുലുലത്തെ ചേച്ചി വിളിച്ച് വെക്കാം. ചേച്ചി എല്ലാം കിട്ടുമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാ. പക്ഷെ അവർ പറഞ്ഞ് പൈസ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് തിരിച്ചു പോന്നു. അടുത്ത തവണ പൈസ ഉണ്ടായിട്ട് വരാമെന്ന് പറഞ്ഞു. അല്ലേ? ലുലുലത്തെ ചേച്ചി പറ്റിച്ചു കഴിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ചതാ പോവാണ് കേട്ടോ. പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും മേടിക്കാൻ പറ്റിയില്ല, നമ്മുടെ ബഡ്ജറ്റിലൊന്നും നിന്നില്ല. പക്ഷെ ഞങ്ങൾ വേറൊരു സാധനം എടുത്തു. ഇതൊരു ഫോട്ടോ സെക്ഷൻ ആണ് കേട്ടോ. നമുക്ക് 3 ഫോട്ടോസ് എടുക്കാൻ പറ്റും. അത് ഞങ്ങൾ പെട്ടെന്ന് കണ്ടപ്പോൾ എടുത്തതാണ്. അപ്പോൾ ആ ചേച്ചി പറയും നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ബർത്ത്ഡേയുടെ ഒരു കണ്ണാട വെച്ചിട്ട് അവനെയും കൂട്ടി 3 ഫോട്ടോസ് എടുത്ത് പ്രിൻ്റ് അപ്പം തന്നെ നമുക്ക് കയ്യോടെ കിട്ടി കേട്ടോ. അപ്പം പുറത്തിറങ്ങേണ്ട ഒരു സന്തോഷം എനിക്കും ലൂക്കിക്കും നല്ല പോലെ ഉണ്ടായിരുന്നു. കാരണം കുറേ നാൾ കൂടിൻ്റെ ഉള്ളിലായിരുന്നല്ലോ. അപ്പോൾ ഒന്ന് പുറത്തിറങ്ങേണ്ട സന്തോഷം അടിപൊളിയായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങളുടെ ചെറിയ പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് കാണാം. ബൈ.